കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഭദ്രയുമായി ഡെന്നീസ് ഹോസ്പിറ്റലിലെത്തി. സാർ, എന്താ ഹോസ്പിറ്റല്? എൻ്റെ അച്ഛൻ എന്തേലും? അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ചോദിച്ചു. അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ പകുതിയിൽ നിർത്തി. എന്താ സാർ? അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അനന്തന്. സാറിന് എന്താ പറ്റിയേ? ഭദ്ര വാ. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഐസിയുവിന് മുന്നിലേക്കെത്തി. അവിടെ കസേരയിൽ ചാരി ജയൻ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛാ. അയാളെ കണ്ടതും ഭദ്ര ജയനരികിലേക്ക് ഓടിച്ചെന്നു. മോളെ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? അവൾ അയാളെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. ഇല്ലടാ, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച മോനെ അവൻ, ആ ദ്രോഹി മാധവൻ ആക്രമിച്ചു. അയാൾ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് വേണ്ടിയല്ലേ സാറിന് ഇങ്ങനെ? അവളുടെ മിഴികൾ ഐസിയുവിന് നേർക്ക് നീണ്ടു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദൈവമേ, എൻ്റെ ജീവൻ എടുത്തിട്ടാണേലും സാറിനെ രക്ഷിക്കണേ. അവളുടെ മനം ദൈവത്തോട് കേണപേക്ഷിച്ചു. ഐസിയു വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, അനന്തന്? ഡെന്നീസ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവാണ്. പക്ഷേ ബ്ലഡ് കുറേ പോയത് കൊണ്ട് ആൾ മയക്കത്തിലാണ്. നാളെ രാവിലെ റൂമിലേക്ക് മാറ്റാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, സാറിനൊന്ന് കാണാൻ പറ്റുമോ? കൈകൾ കൂപ്പി ഭദ്ര ചോദിച്ചു. അയാൾ അവളെ നോക്കി. ചെറിയൊരു പെൺകുട്ടി. അവളുടെ മുഖം കരഞ്ഞു ചുവന്ന് കിടക്കുന്നു. കഴുത്തിൽ താലിയും സീമന്തരേഖയിൽ സിന്ദൂരവും. ആകെ കോലം കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അവളോട് അയാൾക്ക് അലിവ് തോന്നി. ഇത്? അയാൾ ഡെന്നീസിനെ നോക്കി. അനന്തൻ്റെ വൈഫാണ്. കുട്ടി കയറി കണ്ടോളൂ, പെട്ടെന്ന് ഇറങ്ങണം, ഓക്കെ? അവൾ അയാളെ നോക്കി തലയാട്ടി. ഐസിയു വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. വയറ്റിൽ വലിയൊരു കെട്ടുമായി തളർന്നു മയങ്ങുന്ന അവനരികിൽ അവൾ നിന്നു. എന്തിനാ സാർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എനിക്ക് വേണ്ടിയല്ലേ? അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ്റെ കൈകളിൽ പതിച്ചു. അവൻ്റെ കൈകളൊന്ന് അനങ്ങി, മിഴികൾ ചിമ്മി. പതിയെ കണ്ണുകൾ തുറന്ന് അവൻ അവളെ നോക്കി. അവൾ അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ എടുത്തു. അവൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. കുട്ടി, പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ പുറത്തു പോ. സിസ്റ്റർ അവളോട് ദേഷ്യപ്പെട്ടു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അവനെ നോക്കിയിട്ട് തിരിഞ്ഞു. അവൾ നടക്കുന്നതിന് മുൻപേ അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. ജയനങ്കിൾ, അച്ഛൻ പുറത്തുണ്ട്. സന്തോഷമായില്ലേ എൻ്റെ ഭദ്രയ്ക്ക്? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. അവളവൻ്റെ വായ പൊത്തി. അച്ഛനോളം എനിക്ക് ഇപ്പോൾ പ്രിയപ്പെട്ടതാണ് സാറു. എൻ്റെ കൂടെ ഉണ്ടാവണം, ഞാൻ മരിക്കുവോളം. അവൻ്റെ കൈകളിൽ അവൾ ചുണ്ടമർത്തി. കാത്തിരിക്കും ഞാൻ പുറത്ത്. അവൾ പുറത്തേക്ക് നടന്നു. അവൻ അവൾ പോയ വഴിയെ നോക്കിക്കിടന്നു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. എൻ്റെ പെണ്ണ്. ഹലോ സാജ, എന്തായി? സാർ, അയാളെ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ ഭാര്യ തുളസിയും അയാൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. ഇനി അയാൾ പുറംലോകം കാണരുത്. ഓക്കെ സാർ. ബാക്കി ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ വിളിക്കാം. ഓക്കെ. ഡെന്നീസ് ഫോൺ കട്ട് ചെയ്ത് ജയനരികിൽ വന്നിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിശ്വസിച്ചു ഞാൻ അവനെ. എന്തിനു വേണ്ടി അവൻ ഇത്രയും കാട്ടിക്കൂട്ടി? അതുമാത്രം എനിക്ക് അവനിൽ നിന്നും അറിയണം. ജയൻ ഡെന്നീസിൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് വഴിയുണ്ടാക്കാം അങ്കിൾ. പിറ്റേന്ന് രാവിലെ തന്നെ അനന്തനെ റൂമിലേക്ക് മാറ്റി. വിമലയെയും ആദിയെയും അതിനുശേഷമാണ് വിവരം അറിയിച്ചത്. അവർ അപ്പോൾ തന്നെ ഹോസ്പിറ്റലെത്തി. നന്ദേട്ടാ. ആദി കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അയ്യേ, ഏട്ടൻ്റെ വായാടി കരയുവാണോ? ഏട്ടനൊന്നുമില്ലടാ. ഏട്ടൻ്റെ ആദിക്കുട്ടി സ്ട്രോങ് അല്ലേ? കരഞ്ഞുകൊണ്ടവൾ തല കുലുക്കി. വിമലയെ നോക്കി അവൻ കണ്ണുകൾ അടച്ചു. അവൻ കാണാതെ നിറഞ്ഞ കണ്ണുകൾ സാരിത്തലപ്പിൽ തുടച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞാൽ അത് അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുമെന്ന് അവർക്കറിയാം. ആദി ഭദ്രയുടെ അടുത്തേക്കിരുന്നു. ഏട്ടത്തി പോയി ഫ്രഷായിട്ട് വാ. ഡ്രസ്സൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭദ്ര അവനെയൊന്ന് നോക്കിയിട്ട് ഫ്രഷ് ആവാനായി പോയി. 2 ദിവസം കൊണ്ടവൾ ആകെ തളർന്നു പോയിരുന്നു. അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പ്രസവിച്ച അമ്മയിൽ നിന്നുണ്ടായ അനുഭവം, പ്രാണനെ പോലെ സ്നേഹിച്ചവൻ്റെ ചതി, പ്രതീക്ഷിക്കാതെ അനന്തൻ്റെ താലി ഏറ്റുവാങ്ങേണ്ടി വന്നത്, എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി.
സാറിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? അവൾ അവളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു. മിഥുനോട് തോന്നാത്ത ഒരു അനുഭൂതി സാറിനോട് തോന്നിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയല്ലേ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ ഒരു സങ്കടം. പക്ഷേ അതിനെ പ്രണയമെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. പക്ഷേ സാറിനെ ഉൾക്കൊള്ളണം. സമയമെടുക്കും. പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ മാറണം. മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തവൾ കുളിച്ചിറങ്ങി. അവൾ വരുമ്പോൾ റൂമിൽ അനന്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവനെ നോക്കി. അവൻ അവളെ നോക്കി കിടക്കുകയായിരുന്നു. അവരൊക്കെ എവിടെ? പുറത്തേക്ക് പോയി. അവൾ അവനരികിലിരുന്നു. ഭദ്രേ. എനിക്ക് നിന്നോട് പ്രണയമാണ്, അവൻ പതിയെ പറഞ്ഞു. അവൾ ഞെട്ടി അവനെ നോക്കി. എന്താ? കേട്ടില്ലേ? എനിക്ക് നിന്നോട് പ്രണയമാണെന്ന്. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു സാധനം, അവൻ ചുണ്ടുകൂട്ടി പറഞ്ഞു. അവളുടെ മുഖം കൂർത്തു. അല്ലേ നിങ്ങളെ ആര് പ്രേമിക്കാൻ വരുന്നു? മുഖം കൂർപ്പിച്ചവൾ ചാടി എഴുന്നേറ്റ് മാറിയിരുന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അവന് ഭേദമാകുന്നതുവരെ കാവലായി ഭദ്ര അവനൊപ്പം ഉണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. അവൾ മനസ്സുകൊണ്ട് അവനോട് അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അനന്തൻ കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ മുന്നിൽ കളി പറഞ്ഞ് ചിരിക്കുന്ന ഭദ്രയുടെ മുഖം തെളിഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എനിക്കറിയാം, നീ മനസ്സുകൊണ്ട് എന്നോട് അടുത്തിട്ടില്ലെന്നും എല്ലാവർക്കും വേണ്ടി നീ അഭിനയിക്കുകയാണ് എന്നും. നീ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും നിനക്കായി. എന്താണ് ഭയങ്കര ആലോചന? അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഡെന്നീസ് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ മടുത്തു ഈ കിടപ്പ്. ഭദ്ര എവിടെ? ഡെന്നീസ് ചുറ്റും നോക്കി ചോദിച്ചു. ഭദ്രയും അമ്മയും ഡോക്ടറെ കാണാൻ പോയേക്കുവാ. ഇന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഡാ, അയാള് മാധവൻ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിഥുൻ മിസ്സിംഗ് ആണ്. തുളസി ആൻറ്റിയെ ഭദ്രയുടെ അച്ഛൻ ഒരു ആയുർവേദ മഠത്തിലാക്കാൻ പോയിരിക്കുകയാണ്. ഡെന്നി, നമ്മൾ മനഃപൂർവ്വം മറന്നുപോയ ഒരു പേരുണ്ട്, രാധിക. അവരുടെ ലക്ഷ്യം ഭദ്രയാണ്. നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്ന്. നീ ഇങ്ങനെ കിടക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് വാടാ. നിന്നോട് അടിപിടി കൂടാഞ്ഞിട്ട് എന്തോ പോലെ. നീ എവിടത്തെ പോലീസാണടാ? ചിരിച്ചുകൊണ്ട് അനന്തൻ ചോദിച്ചു. രണ്ടുപേരും കളിച്ചു ചിരിച്ചിരുന്നു. അനന്തൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം ഡെന്നിയുടെ സംസാരത്തിൽ മാഞ്ഞുപോയി. പണ്ടും അങ്ങനെയാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ല എങ്കിലും രണ്ടുപേരും എപ്പോഴും ഒന്നായിരുന്നു. അന്ന് തന്നെ അനന്തനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവനിപ്പോൾ വലിയ വേദനയൊന്നുമില്ല. മുറിവ് ഒരുവിധം കരിഞ്ഞു തുടങ്ങി. അവനു വേണ്ടി എല്ലാം കണ്ടറിഞ്ഞ് അവൾ ചെയ്തു. ഏട്ടത്തി. എന്താടാ കുട്ടാ? ഭദ്രയുടെ മടിയിൽ കിടക്കുകയായിരുന്നു ആദി. ഭദ്രയുടെ വിരലുകൾ ആദിയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏട്ടനെ ഏട്ടത്തിക്ക് ശരിക്കും ഇഷ്ടമാണോ? ആദിയുടെ കാത് ഭദ്രയുടെ മറുപടിക്കായി കാതോർത്തു. ഭദ്രയൊന്ന് പുഞ്ചിരിച്ചു. ഇഷ്ടമാണ്. അതിനെ പ്രണയമെന്ന് വിളിക്കാനാവോന്ന് എനിക്കറിയില്ലടാ കുട്ടാ. പക്ഷേ സാറിനോട് എനിക്ക് കടപ്പാട് ഒരുപാടുണ്ട്. കടപ്പാടിന് വേണ്ടി ബുദ്ധിമുട്ടി ആരും ഇവിടെ നിൽക്കണമെന്നില്ല. ഭദ്ര പറഞ്ഞു തീരും മുൻപ് അനന്തൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അവനെ കണ്ട് ഭദ്ര ചാടി എഴുന്നേറ്റു. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടവൾ ഭയന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് സാർ. സാറ് തെറ്റിദ്ധരിച്ചതാ. എനിക്കെല്ലാം ശരിയായ ധാരണയേ ഉള്ളൂ ഭദ്ര, കടുപ്പിച്ച് പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് പോയി. ഏട്ടത്തി മുറിയിലേക്ക് ചെല്ലേ. ആദി, അത് ചെല്ലേട്ടത്തി. ആദി അവളെ തള്ളിവിട്ടു. എന്നേലും അവളെന്നെ മനസ്സിലാകുമെന്ന് കരുതിയ ഞാനാ മണ്ടൻ. അല്ലേലും ഈ അനന്തനെ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാറില്ലല്ലോ. അവൻ്റെ കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞു. അവൻ്റെ വയറിൽ പെട്ടെന്നൊരു കൈ മുറുകി. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സാർ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൾ വിങ്ങിക്കരഞ്ഞു. അവൻ അവളെ അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. സോറി. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കണ്ണടച്ച് അവൾ പറഞ്ഞു. അവൻ ഗൗരവത്തോടെ തിരിഞ്ഞു നിന്നു. നന്ദേട്ടാ, സോറി. പെട്ടെന്ന് അവൾ അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് തിരിഞ്ഞോടി. ഓടുന്നതിനു മുൻപ് അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒട്ടി നിന്നു. നീ എന്താ വിളിച്ചത്? അവൻ മുഖം താഴ്ത്തി അവളുടെ മുഖത്തോടടുപ്പിച്ച് ചോദിച്ചു. അവൻ്റെ നിശ്വാസം മുഖത്തേക്കടിച്ചപ്പോൾ അവൾ അറിയാതെ അവൻ അടിമപ്പെട്ടു പോയിരുന്നു. അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു. അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. നന്ദേട്ടാ,
വേണ്ട. എന്ത് വേണ്ടാന്ന്? അവൻ പുരികമുയർത്തി ചോദിച്ചു. ഒന്നും. അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവളിലുള്ള അവൻ്റെ കൈ മുറുകി വന്നു. അവൻ അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിടുക്കിൽ മുഖമമർത്തി. അവളൊന്ന് ഏങ്ങി അവനോട് ചേർന്ന് നിന്നു. ഏട്ടാ. അതെ, അമ്മ. അകത്തേക്ക് പാഞ്ഞു വന്ന ആദി അവിടെ കണ്ട കാഴ്ച കണ്ട് മുഖം പൊത്തി തിരിഞ്ഞു നിന്നു. അയ്യോ! പെട്ടെന്ന് അവനിൽ നിന്ന് കുതറി ഭദ്ര പുറത്തേക്ക് പോയി. എടി കുരിപ്പേ, നിന്നോടാരാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? അവൻ അവളുടെ കാതിൽ പിടുത്തമിട്ടു. വിടട ചേട്ടാ, ഞാൻ അറിഞ്ഞോ കീരിയും പാമ്പും കൂടി കതക് തുറന്ന് റൊമാൻസ് ചെയ്യുവാണെന്ന്. ദേ പെണ്ണെ, അടി കിട്ടും നിനക്ക്. പോടാ ഏട്ടാ, നിന്നെ അമ്മ വിളിക്കുന്നു. അവനോട് പറഞ്ഞ് ആദ്യ പുറത്തേക്കോടി. അവൻ വിമലയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ? ഭദ്രയെയും കൊണ്ട് നീ ഇപ്പോൾ തന്നെ ജയനരികിലെത്തണം. അവിടെ ഭദ്രയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന്. നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഭദ്രയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. പെട്ടെന്ന് ചെല്ല്. ആരാവും ഭദ്രയെ കാണാൻ വന്നത്? പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ്. ഇനി എന്താവും അടുത്ത പ്രശ്നം? അവൻ ആലോചിച്ചു.